ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് വന്നിരിക്കുന്നത് ഒരു പുതിയ വീഡിയോ ആയിട്ടാണ്. സോഷ്യൽ സയൻസ് ക്വിസാണ്. നമ്മൾ കുറേ വീഡിയോസ് സോഷ്യൽ സയൻസ് ക്വിസിൻ്റെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോ 8th ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു ചെയ്തിട്ടുള്ളത്. ഈ വീഡിയോ 9th ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. കൂടാതെ കഴിഞ്ഞ വീഡിയോയിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളൊരു PDF ആക്കി നമ്മൾ 70ലധികം ചോദ്യങ്ങൾ ഉൾപ്പെടുത്തി നമ്മൾ PDF ആക്കി ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, കൂട്ടുകാർ കാണണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ തുടങ്ങാം. ശാസ്ത്രം ചരിത്രത്തിൽ എന്ന പുസ്തകം രചിച്ചത് ആരാണ്? വളരെ ഇമ്പോർട്ടൻ്റ്. ഉത്തരം JD ബർണർ. അടുത്ത ചോദ്യം, പുരാതന സാമ്രാജ്യങ്ങളിൽ ഏറ്റവും വിസ്തൃതമായത്? ഉത്തരം റോമാ സാമ്രാജ്യം. അടുത്ത ചോദ്യം, CE 4-ാം നൂറ്റാണ്ടിൽ റോമാ സാമ്രാജ്യത്തെ രണ്ടായി വിഭജിച്ചത് ആരാണ്? ഉത്തരം ഡയോക്ലേഷ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ, സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വോട്ട് രേഖപ്പെടുത്തിയ വർഷം ഏതാണ്? ഉത്തരം 1951 ഒക്ടോബർ 25. കൂടാതെ ആദ്യ തിരഞ്ഞെടുപ്പ് നടന്ന വർഷം ചോദിച്ചാൽ 1952. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം നിലവിൽ വന്ന വർഷം ഏതാണ്? ഉത്തരം 1950 ജനുവരി 26. അടുത്ത ചോദ്യം, കേരളത്തിൽ നിന്നുള്ള രാജ്യസഭാ സീറ്റുകൾ എത്രയാണ്? ഉത്തരം 9. അടുത്ത ചോദ്യം, ഏതനുച്ഛേദത്തിലാണ് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തെ പരാമർശിക്കുന്നത്? ഉത്തരം അനുച്ഛേദം 326. ഇതേപോലൊരു ചോദ്യമുണ്ട്. കത്തോലിക്ക മതമേധാവിയായ പോപ്പ് ലിയോ മൂന്നാമനെ നാടോടികളായ ലംബോർഡുകളിൽ നിന്ന് രക്ഷിച്ച ഭരണാധികാരി? ഉത്തരം ഷാലമീൻ. എല്ലാവരും പൗസ് ചെയ്ത് ഉത്തരം പറയണേ. ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏതാണ്? ഉത്തരം അനുച്ഛേദം 324. അടുത്ത ചോദ്യം, 1398 സിന്ധു നദി കടന്ന് ഡൽഹിയിലെത്തിയ ഭരണാധികാരി ആരാണ്? ഉത്തരം തിമൂർ. അടുത്ത ചോദ്യം, 1001 രാവുകൾ എന്ന പുസ്തകത്തിൽ പ്രതിപാദിക്കുന്ന നഗരം ഏത്? ഉത്തരം ബാഗ്ദാദ്. അടുത്ത ചോദ്യം, ഓട്ടോമൻ സാമ്രാജ്യത്തിലെ പ്രസിദ്ധനായ ഭരണാധികാരി ആരാണ്? ഉത്തരം സുലൈമാൻ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചോദ്യങ്ങളൊക്കെ അവസാനിച്ചു. കുറേ കൂട്ടുകാർ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നത്. എല്ലാ കൂട്ടുകാരും ഉടനെ തന്നെ നമ്മുടെ താഴെയുള്ള വീഡിയോയ്ക്ക് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഞെക്കി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കാണുക. കൂട്ടുകാർ കുറേ പേരുണ്ട്, അവർ കാണുന്നവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. ലൈക്ക് ചെയ്ത് നിങ്ങളുടെ പ്രിയ കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കാനും മറക്കല്ലേ. അപ്പോൾ എല്ലാവരും നല്ലതായിട്ട് സോഷ്യൽ സയൻസ് ക്വിസിന് പഠിക്കുക. എല്ലാവർക്കും വിജയാശംസകൾ. നല്ലതായിട്ട് പഠിക്കുക. ഇനി സബ് ഡിസ്ട്രിക്ട് കഴിഞ്ഞ കുട്ടികൾക്കാണ്, ഇനി HS വിഭാഗത്തിലെ കുട്ടികൾക്കാണ് നമ്മളിത് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇന്ന് ഗുഡ് ബൈ.